പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഉപയോഗങ്ങളെ കുറിച്ചായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് രൂപീകരിക്കുമ്പോൾ, ഒരു വാചകം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെർബിന്റെ തേർഡ് ഫോം ആണ് സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. വെർബായിട്ട് ഉപയോഗിക്കേണ്ടത് വെർബിന്റെ തേർഡ് ഫോം ആയിരിക്കണം. സെന്റൻസിൽ വരുന്ന വെർബിന്റെ തേർഡ് ഫോം ആയിരിക്കണം എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഐ, യു, ദേ, വി എന്നിങ്ങനെയുള്ള പ്ലൂറലിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന സബ്ജക്റ്റുകളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചെയ്യുന്നതായിട്ട് പറയുന്ന രീതിയിലാണെങ്കിൽ രാജു ആൻഡ് രാമു എന്നിവർ ചെയ്തു, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചെയ്തു എന്ന അർത്ഥത്തിലാണ് എങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഹാവ് എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഐ ഹാവ് എന്ന് പറയണം, യു ഹാവ് എന്ന് പറയണം, ദേ ഹാവ് എന്ന് പറയണം, വി ഹാവ് എന്ന് പറയണം, രാജു ആൻഡ് രാമു ഹാവ് എന്ന് പറയണം. അങ്ങനെ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് എന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് സിംഗുലാർ ആണ് എങ്കിൽ, ഹി, ഷീ, ഇറ്റ് എന്നിവയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരാണ് എങ്കിൽ, രാജു എന്ന പേരാണെങ്കിൽ രാജു മാത്രം, രാമു എന്ന പേരാണെങ്കിൽ രാമു മാത്രം, അങ്ങനെ ഒരാളുടെ പേര് മാത്രമാണ് എങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസ് എന്നാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതുന്ന വാചകം എന്ന് പറയുന്നത് അത് അർത്ഥത്തോടും ഗ്രാമറിനോടും യോജിച്ചു വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഒരു അനുഭവം വിവരിക്കുകയാണ്, ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്, ഒരു കഴിഞ്ഞ കാര്യത്തെ സമയം പറയാതെ പറയുകയാണ്. അപ്പൊ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അപ്പം അതിന്റെ സെന്റൻസ് രൂപീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, വെർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കണം. പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വെർബ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് എന്നാണ്. അതിന്റെ തേർഡ് ഫോം എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് എന്നാണ്. അപ്പം നമ്മൾ വാക്കിൽ ഉപയോഗിക്കേണ്ടത് കംപ്ലീറ്റഡ് എന്നുള്ളതാണ്. പിന്നെ ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഐ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, അതിന്റെ കൂടെ ഹാവ് ചേർത്ത് കൊടുക്കാം. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ സിംഗുലാർ ആയിട്ടുള്ള ഒരു പദമാണ് ഉപയോഗിക്കണമെങ്കിൽ ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് എന്ന് പറയേണ്ടി വരും. അവിടെ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന വെർബിന്റെ തേർഡ് ഫോം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെയോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ഹി ആണ്, അതൊരു സിംഗുലാർ ആണ്, അതുകൊണ്ട് അതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് ഹാസ് എന്നാണ്. അതുകൊണ്ട് ഹാസ് എന്ന് നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട്.